ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനില്ലേ വീഡിയോ എടുക്കുന്നെന്താണോ, ചക്ക. അതായത് നമ്മളെ നാട്ടിൽ, ഞാൻ കാനഡയിലായതുകൊണ്ട് ഇവിടെ ചക്കയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഒരു കടയിലേക്ക് പോയി നോക്കും. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം ആ കടയിൽ പോയപ്പോൾ പിന്നെ ചക്ക വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഇതേണ്ട ചക്ക, ഇത് ഞാൻ കൊടുന്ന് ഇപ്പം മുറിച്ച് ഞാനൊക്കെ വേർതിരിച്ച് വെക്കുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മുടെ നാട്ടില് ചക്കയൊക്കെ നമ്മൾ വെറുതെ കളയുന്നവരുണ്ട്, സൂക്ഷിച്ച് വെക്കുന്നില്ല. ഇവിടെ എത്ര പൈസയാണെന്നറിയോ? മേ ബി $35 അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. ചിലപ്പോ 50, മാക്സിമം ഞാൻ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയാം, $800 ഈ ഒരു ചെറിയ ചക്കയ്ക്ക് നമ്മൾ കൊടുക്കണം. ഒരു ചക്ക ഉണ്ട്, ഇത്രയും വലിപ്പമുള്ളൂ. പക്ഷെ ഇത് പകുതി ഞാൻ മുറിച്ചപ്പാണ് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പൊ $800, $1000, $1000 ഒക്കെ ആ ഒരു ചക്കയ്ക്ക്. അതിന്റെ തൂക്കം അനുസരിച്ചാണ് ചക്കന്റെ വില. അപ്പൊ ഞാൻ ഇന്ന് മുറിക്കുമ്പോൾ വിചാരിച്ച്, നമ്മുടെ നാട്ടുകാർക്ക്, കേരളത്തിലുള്ളവർക്ക് ചക്കയും മാങ്ങി ഒരു വിലയില്ലാന്ന്. എത്രയാ ചക്കയും മാങ്ങി നശിച്ചു പോണേ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാവരും എല്ലാവിധ കറികളും, ചക്ക ഹലുവ, ചക്ക അത് അട എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഈ ചക്ക ചിലവര് ഉണക്കിയിട്ട് എടുത്തു വെക്കുന്നുണ്ട്. ഇങ്ങനെ പഴുത്ത ചക്ക ഉണക്കിയിട്ട് എടുത്ത് പാക്കറ്റിലാക്കി ഇവിടെ വിൽക്കുന്നുണ്ട്. മാങ്ങയൊക്കെ, പഴുത്ത മാങ്ങയൊക്കെ. എന്നിട്ട് ഞാൻ ഇന്നലെ മാങ്ങ മേടിച്ചു. ഇത് കണ്ട മാങ്ങ, ഇതിനൊക്കെ മുടിഞ്ഞ വിലയാണ്. ഞാൻ മത്തിയിൽ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ മേടിച്ചതാണേ, ഒത്തിയായിട്ട് മേടിച്ചതാ. ഇന്നലെ പോയപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നലെ ചക്ക കിട്ടി. അപ്പൊ ആ ചക്ക ഞാനിപ്പോ നന്നാക്കി വെക്കുകയാണ്. നമ്മളെ നാട്ടില്, കേരളത്തിലുള്ളവർക്ക് ചക്കയെ കുറിച്ച് വില, ഇവിടെ എന്തിനും വില കൊടുത്ത് മേടിക്കണം. അപ്പൊ ഇന്ന് ചക്കേനെ കുറിച്ച് പറയണം തോന്നി. നമ്മളെ നാട്ടില് വെറുതെ കിട്ടുന്ന ചക്ക മരത്തിൽ കയറാൻ വയ്യ, കയറിയിട്ട് പറിക്കാൻ വയ്യ, അങ്ങനൊക്കെ പറഞ്ഞു ഒഴിഞ്ഞ് മാറുന്നവരാണേ. പക്ഷെങ്കിൽ ഈ നാട്ടിലെത്തിയാൽ ചക്ക, മാങ്ങ, ഇനി ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ മേടിച്ചതാ മുരിങ്ങേൻ്റെ ഇല. ഇത് കണ്ട, ഈ മുരിങ്ങേൻ്റെ ഇലേൻ്റെ വില നിങ്ങൾ ശരിക്കും സെർച്ച് ചെയ്താൽ അറിയാം. ഇതിലെത്ര $5, $4.90. അപ്പൊ അതായത് $5. ഈ ഒരു കെട്ട് മുരിങ്ങയുടെ ഇലയ്ക്ക് എത്ര? $5 ആകുമ്പോൾ 10. എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് അവസ്ഥ, അറിയാം. ഇവിടെ ഒക്കെ പൈസ കൊടുത്ത് മേടിക്കണം മുരിങ്ങേൻ്റെ ഇല. ഈ ഒരു കെട്ട് മുരിങ്ങേൻ്റെ ഇല പൈസ കൊടുത്ത് മേടിക്കണം. ചക്ക പൈസ കൊടുത്ത് മേടിക്കണം. ചീര പൈസ കൊടുത്ത് മേടിക്കണം. ഇങ്ങനെ പലതും പൈസ കൊടുത്ത് മേടിച്ചാലേ എല്ലാവരും പറയും കാനഡയിൽ വന്നാൽ നല്ല സുഖമാണ് ജീവിക്കാനെന്നൊക്കെ. നമ്മളിവിടെ കാനഡയിൽ വന്നാൽ, ഞാനൊരു കാര്യം പറയാട്ടോ, കാനഡയിൽ വന്നാൽ നമ്മൾ ജോലി എടുത്താൽ നമുക്ക് നല്ലവണ്ണം പൈസ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് അന്നുള്ള സാധനങ്ങൾ മേടിക്കാം. നമ്മളെ വീട്ടിലേക്ക് നമുക്ക് കൊതിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമുക്ക് പൈസ സേവിങ് അത്ര വലിയ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ കാനഡ ഭയങ്കര ടൈറ്റാണ് ഇപ്പോൾ. അപ്പം ഞാൻ പറയാൻ വന്ന അതൊന്നല്ല, എനിക്ക് ചക്ക കിട്ടി, ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ, എൻ്റെ ഹസ്ബൻഡും മോളും വന്നിട്ട് ഇരുന്ന്, ഞാൻ കാബാവൊക്കെ തിന്ന് തീർത്തിട്ടോ ഏകദേശം. അപ്പൊ കാനഡയില് ചക്ക, മാങ്ങ, തേങ്ങ ഒക്കെ മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. നമ്മളെ നാട്ടിലടിച്ചാൽ അത്ര പൈസ ഇല്ല. ചില സ്ഥലങ്ങളിൽ നല്ല പൈസ കൊടുക്കണം. പക്ഷെ ഞങ്ങളെ നാട് വയനാട് ആയതുകൊണ്ട്, മലപ്പുറം ജില്ലയും വയനാടും കണ്ണൂരും ഒക്കെ ആയതുകൊണ്ട് എല്ലാം കൂടി മിക്സാക്കി കഴിക്കാൻ പറ്റിയ നാടാണ്. അപ്പോ ഇന്ന് ചക്ക വിശേഷതാണ് എൻ്റെത്. ഇന്ന് ഞാൻ ജോലിയില്ല. അപ്പോൾ ജോലി ഇല്ലാത്തപ്പോൾ ഞാനിത് ഫ്രിഡ്ജ് അടച്ചില്ലെങ്കിൽ കൂക്കൂന്ന് അടിക്കും. അപ്പൊ ചക്ക വിശേഷതാണ്. ഇതാണ് ചക്ക, ഇക്കൊല്ലത്തെ ഞങ്ങൾക്ക് കിട്ടിയ ചക്ക. ഓക്കെ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ കാണുക, എല്ലാവരും അഭിപ്രായം എഴുതുക. ഓക്കെ, ബൈ ബൈ.